ശ്മശാന ഭൂമിയായി മാറിയിരിക്കുകയാണ് ഈ ദുരന്ത ബാധിത മേഖലയാകെ. അവിടെയാണ് പുത്തുമലയിലാണ്, അതിന് സമീപത്തുള്ള പുത്തുമലയിലാണ് ഇപ്പോൾ മേൽവിലാസമില്ലാതെ 16 പേർ അവർ വെറും നമ്പറുകളായി മാത്രം രേഖകളിൽ രേഖപ്പെടുത്തി അവരെ മറവ് ചെയ്യാനായി അവിടേക്ക് എത്തിച്ചിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ നിന്ന് മറവ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടേക്ക് മാറ്റിയതിന് ശേഷം സർവ്വമത പ്രാർത്ഥന നടക്കും. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു, സമാനമായ പ്രാർത്ഥന തന്നെയായിരുന്നു. ഉറ്റവരും ഉടയവരുമില്ലാതെ ഇതാ അവർ മടങ്ങുകയാണ്. ഇന്നിനി 14 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. മേപ്പാടി ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിരുന്ന പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് നിയമപരമായ സാങ്കേതികതയും ഒക്കെ പൂർത്തീകരിച്ച 16 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി സെൻ്ററിൽ നിന്നുള്ള 3 മൃതശരീരങ്ങളും ഒപ്പം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച 11 മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. ആ മൃതദേഹങ്ങൾ കൂടി എത്തിയതിനു ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. സർവ്വമത പ്രാർത്ഥനയാണ് ഇനി അവിടെ നടക്കേണ്ടത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, മന്ത്രി കെ രാജൻ്റെ പേര് നേരത്തെ അവിടെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കേട്ടതാണ്. ഇന്നലെയും കെ രാജൻ ഉൾപ്പെടെയുള്ളവർ, സർക്കാർ പ്രതിനിധികളുമൊക്കെ ഉണ്ടായിരുന്നു. ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി എല്ലാവരും ഉണ്ട്. പുത്തുമലയിലെ ശ്മശാന ഭൂമിയായി മാറിയ പഴയ ഉരുൾപൊട്ടിയ മേഖലയ്ക്ക് സമീപത്തുള്ള സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ശേഷമായിരിക്കും ശരീരഭാഗങ്ങൾ സംസ്കരിക്കുക, മറവ് ചെയ്യുക. അവയുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. DNA പരിശോധനയിലൂടെ ആർക്കൊക്കെയാണ് ജീവൻ നഷ്ടമായത് എന്നത് തിരിച്ചറിയാനാകും എന്ന പ്രതീക്ഷയാണ്. പലരെയും കാണാതായിട്ടുണ്ട്. കാണാതായവരുടെ അവശേഷിക്കുന്ന ബന്ധുക്കൾ ആ കാര്യങ്ങൾ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെയും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് DNA പരിശോധന ഉൾപ്പെടെ നടത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമവും തുടരുന്നത്. അല്പസമയത്തിനകം അവിടെ മറവ് ചെയ്യുന്ന ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. മരണസംഖ്യ അതിനിടയിൽ 391 എത്തി എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒപ്പം 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന വിവരവുമൊക്കെ പുറത്തു വരികയാണ്. 180 പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ അതിലും കൂടുതലായിരിക്കാം ആ സംഖ്യ. പലരുടെയും പേരും വിവരങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ അവരുടെ ബന്ധുക്കൾ പോലും അവശേഷിക്കാത്ത പല സംഭവങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മരണസംഖ്യ 391 ആണ്. 180 പേരെ കാണാതായി. 500ലേക്ക് ഈ മരണസംഖ്യ എത്തുന്നു എന്ന പേടിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ എന്നതാണ് 7 നാളത്തെ സ്ഥിതി. പുത്തുമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.